മക്കളെ, ഈ ഒരു ചോദ്യം ഇതും പിന്നെ അത്ര വലിയ ഒരു റിസ്കി കാൽക്കുലേഷൻ ഒന്നും ഇല്ലാത്തതാണ്. ഓക്കെ, ഇത് ഗാൽവനോമീറ്ററിന്റെ ഹാഫ് ഡിഫ്ലക്ഷൻ മെത്തേഡിന് റിലേറ്റഡ് ആണ്. ബട്ട് ആ മെത്തേഡുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല, അങ്ങനെ പേര് കൊടുത്തെന്ന് മാത്രം. ലെറ്റ്സ് റീഡ് ദിസ്. റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്റർ G can be found by the half deflection method. ഓക്കെ, സമ്മതിച്ച്. Here the resistance R2 is adjusted such that R2 is adjusted such that when key is closed, the deflection in the galvanometer becomes half of the value as compared to when K is open. അതായത് K ഓപ്പൺ ചെയ്ത് വെച്ചാൽ കറണ്ട് ഇതാ ഇതിൽ ഇങ്ങനെയല്ലേ ഫ്ലോ ചെയ്യുന്നത്. ഫ്ലോ വിൽ ബി ലൈക്ക് ദിസ്. ഈ മീറ്റർ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും, സേ ഒരു തീറ്റ കാണിക്കും. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഇതിലേ വന്ന് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോകും. ആ സമയത്ത് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ നേരത്തെ കാണിച്ചതിൻ്റെ പകുതി ആയിരിക്കണം. അതാണ് ഐഡിയ. അങ്ങനെ ഡിഫ്ലക്ഷൻ പകുതി ആവാൻ എന്തു വേണം എന്ന് മാത്രമാണ് ഈ ചോദ്യത്തിൽ നിങ്ങൾ അറിയേണ്ടത്. ഗാൽവനോമീറ്ററിലെ കറണ്ടും ഡിഫ്ലക്ഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് ഡിഫ്ലക്ഷൻ പകുതി ആവുകയാണെങ്കിൽ കറണ്ടും പകുതിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നോക്കൂ, ഇതിൽ R2വിൻ്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത്, R2വിൻ്റെ വാല്യൂ നമുക്ക് 4 ഓം തന്നിട്ടുണ്ട്. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് 6 ഓം തന്നിട്ടുണ്ട്. 6 and 4 തന്നിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് ദ കറണ്ട് ത്രൂ R1 വെൻ ഡിഫ്ലക്ഷൻ, ഹാഫ് ഡിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് വി ഡു ഈസ് ദിസ്, നമ്മൾ ഇതിനെ പിന്നെ ആദ്യം K ഓപ്പൺ ആണ് അല്ലേ, ഫസ്റ്റിൽ K ഓപ്പൺ ആണ്. K ഓപ്പൺ ആണ് എങ്കിൽ വാട്ട് ഈസ് എ കറണ്ട്? ലെറ്റ്സ് കോൾ ദാറ്റ് കറണ്ട് ആസ് I1. അപ്പോൾ നമുക്ക് K ഓപ്പൺ ആണെങ്കിൽ കറണ്ട് ഇത് ഇങ്ങനെയല്ലേ ഫ്ലോ ചെയ്യുന്നത്. ഇതാണ് കറണ്ട്. ദാറ്റ് കറണ്ട് ഈസ് നത്തിങ് ബട്ട് ദ വോൾട്ടേജ് 10 ഡിവൈഡഡ് ബൈ R1 പ്ലസ് 6 ആണ്. R1 അറിയില്ല, ലെറ്റ്സ് ഇറ്റ്. അപ്പോൾ R1 ആ ഒരു എക്സ്പ്രഷൻ അങ്ങനെ ഉണ്ടാക്കാം. നൗ വെൻ ദിസ് K ഈസ് ക്ലോസ്ഡ്, K ക്ലോസ്ഡ് ആണെങ്കിൽ 6 ഓം പാരലൽ ടു 4 ഓം അല്ലേ. അപ്പോൾ അതിൻ്റെ ഈക്വാലൻ്റ് എത്രയായിരിക്കും? R ഈക്വാലൻ്റ് ഈസ് 6 into 4 divided by 6 plus 24 by 10 which is equal to 12 by 5. അതാണ് 12 by 5. So this part will have 12 by 5 and there is R1. So the current coming from here, this current is called I2. I2 equal to 10 divided by R1 plus 12 by 5 ആണ്. 12 by 5. Fine. Now what? Now see, this I2 is flowing through this. That will divide it into two currents. And the current that will pass through this thing, let me call it as I2 dash. Let me calculate that I2 dash. I2 dash is nothing but I2 into the current division rule. I2 into 4. These are the two parallel wires, and this one is the current I2. Resistance on the other branch is 4 and the total resistance is 10. So this is by 6 plus 4. That is I2 dash. മനസ്സിലായല്ലോ. I2 ഇവിടെ വന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു പാർട്ടിലെ കറണ്ടാണ് ഞാൻ ഈ കണ്ടുപിടിച്ചത്. കറണ്ട് ഡിവിഷൻ റൂളാണ്. മെയിൻ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ ഓപ്പോസിറ്റ് ബ്രാഞ്ച് ഡിവൈഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ്. And now you can see that നേരത്തെ ഫുൾ ഡിഫ്ലക്ഷൻ തന്ന കറണ്ട് ഇതാണല്ലോ. ഈ കറണ്ട് ആണെങ്കിലോ ഹാഫ് ഡിഫ്ലക്ഷൻ അല്ലേ തരുന്നത്. ഹാഫ് ഡിഫ്ലക്ഷൻ ആവണമെങ്കിൽ ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ടിൻ്റെ പകുതി കറണ്ട് മതി. സോ ഐ ക്യാൻ റൈറ്റ് ദ ഹാഫ് ഡിഫ്ലക്ഷൻ കറണ്ട് ഈസ് I2 dash ആൻഡ് ദ ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ട് ഈസ് I1. അത് രണ്ട് ഈക്വൽ ആവണമെങ്കിൽ അത് I1 dash അല്ല, I1 by 2 ആയിരിക്കണം. നേരത്തെ ഫുൾ ഡിഫ്ലക്ഷൻ്റെ കറണ്ടാണ് I1.
ഹാഫ് ഡിഫ്ലക്ഷനിൽ ഗാൽവനോമീറ്ററിലെ കറണ്ടിൻ്റെ വാല്യൂ ആണ് I2 ഡാഷ്. അപ്പോൾ ഡിഫ്ലക്ഷൻ പകുതിയാക്കാൻ കറണ്ട് പകുതിയാവണം. അപ്പോൾ I2 ഡാഷ് I1ൻ്റെ പകുതിയായിരിക്കും. ലെറ്റ് us work out. I2 ഡാഷ് ഈസ് I2. I2ൻ്റെ വാല്യൂ ഇവിടെ എഴുതാം. 10 ഡിവൈഡഡ് ബൈ R1 പ്ലസ് 12/5 into 4/10, which is actually 4 divided by R1 plus 12/5. So 4 divided by R1 plus 12/5 is equal to I1 by 2. I1 by 2 എത്രയാണ്? See, I1 is here. I1 divided by 2 is nothing but 10 by R1 plus 6 into 1 by 2 ആണ്, which is actually 5 by R1 plus 6. This should be equal to 5 divided by R1 plus 6. Cross multiplication. 4R1 plus 4 into 6, 24 equal to 5R1 plus 5 into 12/5 is 12. Therefore, R1 equal to 12. You'll get R1 equal to 12. നമുക്ക് R1ൻ്റെ വാല്യൂ കിട്ടി. ഇനി വേണ്ടത് എന്താണ്? ഹാഫ് ഡിഫ്ലക്ഷൻ കറണ്ട് ത്രൂ R1 ആണ്. യു നീഡ് ഹാഫ് ഡിഫ്ലക്ഷൻ നടക്കുമ്പം ഗാൽവനോമീറ്ററിലെ കറണ്ടാണ് I2 ഡാഷ്. ഗാൽവൻ്റെ കറണ്ട് I2 ഡാഷ് ആണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് R1ലെ കറണ്ടായ I2 ആണ്. സോ വാട്ട് ഈസ് I2? ഇക്വേഷൻ പറയൂ. I2ൻ്റെ ഇക്വേഷൻ എന്താണ്? I2 ഈസ് ഗിവൺ ഹിയർ, which is 10 divided by 12 plus 12/5. This is 50 divided by 72. 25 divided by 36. And if you calculate this one, this will give you 0.694 ampere. But your answer should be in milliampere. So you can multiply this by 6. This is 694 milliampere. The last part calculation is time consuming. 25 by 36. Rest is okay.